ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളുടെ കോൺവാൾ യാത്രയിലെ മനോഹരമായ കുറച്ച് നിമിഷങ്ങളാണ്. ഞങ്ങളുടെ കോൺവാൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ലാൻസെൻഡ് വെച്ചാണ്. അങ്ങനെ ഞങ്ങൾ മിഡ്ലാൻഡിൽ നിന്ന് ലാൻസെൻഡിലോട്ട് കാറിലെത്തി. UK സൗത്ത് വെസ്റ്റ് എഡ്ജാണ് ഈ ലാൻസെൻഡ്. പണ്ട് കാലത്ത് ഇത് പ്രധാനപ്പെട്ട ഒരു നാവിഗേഷൻ പോയിന്റ് കൂടിയായിരുന്നു. 18th സെഞ്ച്വറി മുതലാണ് ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറിയത്. ഇവിടുത്തെ വ്യൂ ഒക്കെ വളരെ ഭംഗിയാണ്. ഒരു സൈഡ് മുഴുവൻ അറ്റ്ലാന്റിക് ഓഷ്യനും പിന്നെ ഒത്തിരി പാറക്കെട്ടുകളൊക്കെ ആയിട്ടുള്ള ഒരു സൂപ്പർ വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കി നമുക്ക് ലോങ് ഷിപ്പ് ലൈറ്റ് ഹൗസ് ഒക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ആ ഐക്കോണിക് ആയിട്ടുള്ള സൈൻ പോസ്റ്റ്. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് കാണിക്കുന്ന ബോർഡ്. ഇതിൽ നമ്മുടെ സ്വന്തം പേര് ചേർത്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന ഒരു മസ്റ്റ് ഡു ആണ്. അങ്ങനെ ഞാനും നമ്മുടെ യൂട്യൂബിൻ്റെ പേരൊക്കെ വെച്ച ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അപ്പം അതിനുള്ള പേയ്മെൻ്റ് എല്ലാം അവിടെ തന്നെ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ കോസ്റ്റൽ പാത്തിൽ കൂടെ എല്ലാം കുറേ നടന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂസൊക്കെ കണ്ടു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പാർക്കിംഗ് ഏരിയയും അതുപോലെ ഒരു മോഡൽ വില്ലേജും ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഫാമിലി ഫ്രണ്ട്ലി ആയ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ലാൻസെൻഡ്. അങ്ങനെ ലാൻസെൻഡിൽ നിന്ന് ഞങ്ങളുടെ യാത്ര ഇപ്പോൾ ഹെയിലിലേക്കാണ്. കോൺവാളിലെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സൂപ്പർ പ്ലേസ് ആണ് ഈ ഹെയിൽ ബീച്ച്. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു. കോൺവാളിലെ കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു ഏരിയ ആയിരുന്നു ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതെന്താണെന്ന്. ചെറിയൊരു സാൻഡി ഹില്ലും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒരു ബീച്ചും. അപ്പോൾ അവർക്ക് ഓടി വന്ന് കളിക്കാനായിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആയിട്ട് കോൺവാൾ വരുമ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ഹെയിൽ ബീച്ച്. അങ്ങനെ കോൺവാളിലെ ഫസ്റ്റ് ഡേയിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താമസ സ്ഥലത്തെത്തി. കൊണ്ടുവന്ന ഫ്രോസൺ കപ്പയും ഫിഷ് കറിയൊക്കെ ഇട്ട് കഴിക്കുവാണ്. സീ യു അഗൈൻ ടുമാറോ. കോൺവാളിലെ തന്നെ ഏറ്റവും ഐക്കോണിക്കായ സ്ഥലങ്ങളൊന്നാണ് ഈ സെൻറ്റ് മൈക്കിൾസ് മൗണ്ട്. സീൻ്റെ നടുവിലൊരു ചെറിയ ഐലൻഡ്, അതിൻ്റെ മുകളിലൊരു ബ്യൂട്ടിഫുൾ കാസിൽ. ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്കൊരു പോസ്റ്റ് കാർഡിലെ പോലെ തോന്നാം. ഇവിടുത്തെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ടൈഡൽ ഐലൻഡാണ്. അതായത് സീ ലെവൽ അനുസരിച്ച് ഇവിടെ എത്തുന്ന വഴിയും മാറും. അതായത് ടൈഡ് ലോ ആണെങ്കിൽ മെയിൻലാൻഡിൽ നിന്ന് ഐലൻഡിലേക്ക് നമുക്ക് സ്റ്റോൺ ആയിട്ടുള്ള ഈ ഒരു പാത്ത് വേ കൂടെ നടക്കാൻ പറ്റും. കടലിൻ്റെ നടുവിലൂടെ നടക്കുന്ന പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ ടൈഡ് ഹൈ ആവുമ്പോൾ ഈ വഴി മുഴുവൻ വെള്ളത്തിനടിയിൽ മറയും. അപ്പോൾ ബോട്ട് ഉപയോഗിച്ചാണ് നമുക്ക് ഐലൻഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാസിനുള്ളിലേക്ക് കയറാനായിട്ട് നമ്മൾ പ്രീ ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഈ ടൈഡിൻ്റെ ലോ ആണോ അല്ലെങ്കിൽ ഹൈ ലെവലിലാണോ വരുന്നത് ആ ഒരു ടൈമിംഗ് ഒക്കെ കൃത്യമായ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഐലൻഡിന് സെൻറ്റ് മൈക്കിൾസ് മൗണ്ട് എന്ന പേര് പറയപ്പെടുന്നത് ഇവിടെ ആർക്കേഞ്ചൽ സെൻറ്റ് മൈക്കിൾ പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഫ്രാൻസിലെ മൗണ്ട് സെൻറ്റ് മൈക്കിൾ എന്ന സ്ഥലത്തോട് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു കണക്ഷനും സാമ്യവും ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു പേര് വന്നെന്ന് പറയപ്പെടുന്നു. അതുപോലെ പഴയ കാലത്ത് ഈ ഒരു കാസിൽ മൊണസ്ട്രി ആയിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതായത് ദൈവാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും റിലീജിയസ് ജീവിതത്തിനുമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. 11ാം നൂറ്റാണ്ടിലൊക്കെയും ബെനഡിക്സൺ മോങ്സ് ഇവിടെ താമസിച്ച് റിലീജിയസ് ആക്ടിവിറ്റീസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ സമയത്തിനൊപ്പം അതൊരു മൊണസ്ട്രിയിൽ നിന്ന് മാറി ഒരു ഫോർട്ടിഫൈഡ് കാസിലായി മാറി. പിന്നീട് ഇന്ന് നമ്മൾ കാണുന്ന സെൻറ്റ് മൈക്കിൾസ് മൗണ്ട് കാസിൽ, അതായത് ആ പഴയ മൊണസ്ട്രിയുടെ ഒരു ഇവല്യൂഷനാണ്. അതുമാത്രമല്ല ഇപ്പോഴും ഇവിടെ റെസിഡൻസ് ഉണ്ട്. ഈ ഒരു ഐലൻഡ് സെൻറ്റ് ആബിയൻ ആൻഡ് ഫാമിലി എന്ന കുടുംബത്തിൻ്റെ ഓണർഷിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ ജനറേഷൻസ് ആയിട്ട് ഇവിടെ താമസിച്ചു വരുന്നുണ്ട്.
അതുപോലെ ഈ കാസലിൻ്റെ ഒരു ഭാഗം ഇപ്പോഴും പ്രൈവറ്റ് റെസിഡൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ടൂറിസ്റ്റുകൾക്ക് കാണാൻ തുറന്നിരിക്കുന്ന ഭാഗങ്ങൾ വേറെയും ഫാമിലി ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ വേറെയുമുണ്ട്. അതുപോലെ തന്നെ ഈ ഐലൻഡിലെ സ്റ്റാഫും, അതായത് കഫേ, ഷോപ്സ്, മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി മാനേജ് ചെയ്യുന്ന സ്റ്റാഫുകളും ഇവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണേലും കുന്നൊക്കെ കയറി ഇവിടെ എത്തിക്കഴിഞ്ഞാലും ഈ മുകളിലത്തെ ഒരു വ്യൂ അബ്സല്യൂട്ട്ലി വർത്തിട്ടാണ്. 360 ഡിഗ്രിയിലുള്ള സീ വ്യൂവും സറൗണ്ടിങ് കോസ്റ്റും ബർത്ത് ടേക്കിംഗ് ആയിട്ടുള്ള ശരിക്കുമുള്ള ഒരു അടിപൊളി വ്യൂ തന്നെയാണ് ഇതിൻ്റെ മുകളിൽ. അങ്ങനെ സെൻറ്റ് മൈക്കിൾസ് മൗണ്ടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കുറേ മനോഹരമായ മൊമെൻറ്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. തേർഡ് ഡേയിൽ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ കോൺവാളിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ സീസൈഡ് ടൗണായ സെൻറ്റ് ഈവിസ് ആയിരുന്നു. ഇത് കഴിഞ്ഞുള്ള ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ടിൻഡകൽ കാസിലാണ്. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.